ഇനി നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയിക്കോളി. എൻ്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റോളാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോയാലേ 3:30 മണിയുടെ വന്ദേമാതരം കിട്ടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഒന്നും മിണ്ടാതിരുന്നേ. പോണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇവരിവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾ ആരും വരുന്നില്ല. അവിടെ ഇരിക്കണോ മോളെ, വെറുതെ നിങ്ങളല്ല ഇവിടെ നിന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ? ഞാൻ കാരണം ഇനി നിങ്ങളുടെ ജീവിതം കൂടെ ഇല്ലാണ്ടാവണ്ട. അത് രുക്മിണിയമ്മ ചിന്തിക്കുന്നുണ്ടാ. ഞാൻ ചിന്തിക്കുമ്പോ ഇതിന്റെ മൂല കാരണം വേറൊരാളാ. ജീവനോട് ഇല്ലാണ്ടായിപ്പോയി. നമ്മളിനി ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഒരു പിടിയില്ലാത്തൊരു നാടായിപ്പോയി. അല്ലെ എന്തേലൊക്കെ ചെയ്യായിരുന്നു. എന്ത് ചെയ്യാൻ? എടാ, ഏത് നാട്ടിൽ പോയാലും നമ്മൾ ചെയ്യുന്നതിനൊക്കെ അവസാനം ഒന്നേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ആരെയും കൊണ്ടെത്തിക്കില്ല. ഇവിടെ നടന്നത് നമുക്ക് മാത്രമേ അറിയൂ. വേറെ ആരും അറിയാതെ തന്നെ ഇത് ഒഴിവാക്കി വിടണം. അതെ, അവൻ ജീവനോട് ഇരുന്നിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് വലിയ പാപം ചെയ്ത് തോന്നലൊന്നും ഇവിടെ ആർക്കും വേണ്ട. നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന മാക്സിമം ചെയ്യണം. ഇയാളെ തട്ടിയതിന്റെ പേരില് ഇവിടുന്ന് ആരും ജയിലിൽ കയറില്ല. ഇവന് കുറച്ചുകൂടെ ഉണ്ട്. അതേ അച്ഛൻ വന്നിട്ട് പഠിച്ചോളാം. അച്ഛനെ ഇനി നോക്കണ്ട, മക്കൾ സ്വയം പഠിച്ചോളൂ. ഇനി അങ്ങോട്ട് സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം. അച്ഛനും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടാവില്ല. അതുങ്ങന്നെ അതെ, നിങ്ങളിപ്പോ വെച്ചോ, അമ്മ പിന്നെ വിളിക്കാട്ടാ. ശരി അമ്മേ. എല്ലാരും ഒരേ അവസ്ഥയിലല്ലേ അശോകേട്ടാ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ മാത്രം തൂങ്ങാൻ നോക്കിയത് എന്ത് പേടിയുണ്ടാന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല. അന്തസ്സുള്ളൊരു തറവാടിയാ ഞാൻ. ഇതുവരെ ഒരു പെറ്റി കേസിൽ പോലും വിട്ടിട്ടില്ല, അറിയോ? ഏതായാലും ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതല്ലേ. ഇത്രയും മനോധൈര്യമുള്ള സ്ഥിതിക്ക് ഈ കുറ്റം ഒന്ന് ഏറ്റെടുത്തിട്ട് ഞങ്ങളെക്കൊന്ന് രക്ഷിച്ചൂടെ? കഴിച്ചായിരുന്നോ? അവരൊക്കെ കഴിച്ച് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതെന്ത് പീസാ? ചിക്കൻ പീസ്. ചിക്കനിൽ ഇങ്ങനത്തെ ഒരു പീസ് ഇല്ലല്ലോ. ഓ, അത് ചിക്കന്റെ പീസ് തന്നെയാ. കഴിക്ക്. ചിക്കൻ ഇങ്ങനത്തെ പീസ് ഇല്ലല്ലോ പോലും. നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ തന്നെ പോണമല്ലേ മോനെ? അതാ നല്ലത്. ഇനി ഇവിടെ കിടന്ന് തിരിഞ്ഞു വിളിച്ച കാര്യങ്ങൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അരുൺ കുക്കറിൽ വെച്ചത് ആടെ തന്നെ ഉണ്ട്. നമുക്കത് എന്തെങ്കിലും ചെയ്യണ്ടേ മോനെ? അതവിടെ തന്നെ ഇരിക്കട്ടെ. കുറച്ചു ദിവസത്തെ കാര്യം കുറിച്ച് ചിന്തിക്കണ്ട. ഇന്ന് കളിച്ച കളി ഇനി കളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പോലീസൊക്കെ വന്ന് പോയതുകൊണ്ടേ എല്ലാവരുടെ ഒരു കണ്ണ് നാളെ തൊട്ട് ഇവിടെ കാണും. സുഭാഷ്, ഇവിടെ നടന്നോക്കെ നീ മനസ്സിൽ തന്നെ വെച്ചേക്കണേ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നീ മോനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഞങ്ങൾ അപ്പ ഇവിടെ എത്തിക്കോളാം. ഇന്നൊരു രാത്രിയും കൂടെ ബാക്കിയുണ്ടല്ലോ. ആരുടെയും പ്രശ്നങ്ങൾ ബാക്കി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവില്ല. അതെ, അത്രേ ഉള്ളൂ ചേട്ടാ. നീ വേണ്ട. സെക്രട്ടറി ഇനി നാട്ടിലെ കമ്മിറ്റി വള്ളികളൊക്കെ പിടിച്ചാൽ മതി. അല്ല, വേണമെങ്കിൽ ഒരൊറ്റ ഞാൻ ഇവിടെയും പിടിക്കാം. ഇവിടെ ഇതുവരെ എല്ലാം സേഫാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയോളാം.